പെരിയാറിനെ ജീവച്ഛവമാക്കിയ രാസമാലിന്യങ്ങൾ പുഴയിൽ കലർന്നതാണ് മത്സ്യങ്ങളുടെ ശ്വാസം നിലയ്ക്കാൻ കാരണം. ഇത് വെളിവാക്കുന്നതായിരുന്നു മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ. ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ ഇന്ന് കണ്ടത്. മണ്ണും വെള്ളവും വായുവും മനുഷ്യ നിലനിൽപ്പിന്റെ ഉറവിടമെന്ന് വിളിച്ചോതി പരിസ്ഥിതി പ്രവർത്തകരും കോൺഗ്രസും AIYF-ഉം സമരം ഏറ്റെടുത്തു. ജനപ്രതിനിധികൾ ഓഫീസിനകത്ത് ഉപരോധം തീർത്തു. ചീഫ് എഞ്ചിനീയറെ അകത്തേക്ക് കടക്കാൻ പോലും അനുവദിക്കാതെ പരിസ്ഥിതി പ്രവർത്തകർ കാർ തടഞ്ഞു. ഓഫീസിന്റെ പുറകിലൂടെ ചീഫ് എഞ്ചിനീയർ അകത്ത് കയറിയതോടെ ദുർഗന്ധം വമിക്കുന്ന ചത്തമീനുകൾ എറിഞ്ഞായി പിന്നീടുള്ള പ്രതിഷേധം. പോലീസ് തടഞ്ഞിട്ടും ജനം പിന്തിരിഞ്ഞില്ല. സമരം ശക്തമായതോടെ വിഷയം അന്വേഷിക്കാൻ അടിയന്തരമായി കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി P. രാജീവിന്റെ ഉറപ്പ്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇറിഗേഷൻ, ഹെൽത്ത്, ഇൻഡസ്ട്രീസ് ഇവരെല്ലാവരും ചേരുന്ന ഒരു കമ്മിറ്റി ഇത് പരിശോധിച്ച് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നത്തിൽ വ്യവസായ മന്ത്രി ഇടപെട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഒരു മന്ത്രി തന്നെ അതിനകത്ത് നേരിട്ട് ഇടപെടണമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഈ കഴിഞ്ഞ 2 ദിവസക്കാലം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 8 വർഷക്കാലം ഈ യാതൊരു നടപടിയും പിണറായി വിജയൻ്റെ സർക്കാരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്വീകരിച്ചിട്ടുമില്ല. അത് രേഖാമൂലം നമുക്കിന്നത് വ്യക്തമായതുമാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ സർക്കാരിൽ ധരിപ്പിക്കാമെന്ന രേഖാമൂലം എഴുതി നൽകി. സമരം അവസാനിപ്പിക്കാൻ 4 ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. കർഷകരുടെ നഷ്ടം കണക്കാക്കി അവർക്ക് സാമ്പത്തിക സഹായം നൽകണം. ഉൾനാടൻ കർഷകർക്ക് വരുന്ന 6 മാസത്തേക്ക് വേണ്ട സഹായവും സർക്കാർ ഒരുക്കണം. അതോടൊപ്പം തന്നെ ഈ മാലിന്യമൊഴുക്കിയ കമ്പനികൾക്കെതിരെ തക്കതായ നടപടി. ഈ മാലിന്യമൊഴുക്കിയതിനെതിരെ ഒന്നും ചെയ്യാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി വേണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.